സോ ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സമയം 8 മണി. നമുക്ക് 8 മണിക്ക് ഷാർപ്പ് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാ ദിവസങ്ങളിലും സ്പോക്കൺ ഇംഗ്ലീഷ് നമുക്ക് പിന്നെ 1-2 ദിവസം ഗ്യാപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. കണ്ടിന്യൂസ് ക്ലാസ്സുകൾ ഉണ്ടാവില്ല. പിന്നെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിനായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക കേട്ടോ. അടുത്ത ക്ലാസ് നിങ്ങൾ അറിയിക്കും. ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത വ്യാഴാഴ്ചയായിരിക്കും സെക്കൻഡ് ക്ലാസ് വരിക. ബേസിക് ഇംഗ്ലീഷ്, കാരണം നമ്മളൊരു ടീച്ചറായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിർബന്ധമായിട്ടും അറിയേണ്ട ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ദിസ് ഈസ് കുഞ്ഞി മുഹമ്മദ് ഫ്രം കോട്ടക്കൽ, മലപ്പുറം. So actually I have been in this field for the last 27 years and I have been teaching spoken English for the last 18 years. So all of you would like to be a teacher. I've been role model teacher in your life for teaching the kids. നമ്മൾ അല്ലേ, ഒരുപാട് വർഷങ്ങളിലെ ആഗ്രഹം ഇന്ന് പൂവണിയാണ്. എന്തായിരുന്നു ആഗ്രഹം? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രീ പ്രൈമറി, അതല്ലെങ്കിൽ മോണ്ടിസോറി, പിന്നെ അറബിക് TTC അല്ല അറബിക് പഠിപ്പിക്കുന്ന LKG UKG ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയായിട്ട് അടുത്ത അക്കാഡമിക് ഇയറിനെങ്കിലും ഒരു അധ്യാപികയായിട്ട് മാറണം എന്നുള്ള ഒരു ചിരകാല ആഗ്രഹം ഇന്ന് പൂവണിഞ്ഞു. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഈ വരുന്ന ഒരു 10 മന്ത് ആരോ, ഞാൻ ക്ലാസ് പോസ്റ്റ് ചെയ്തൊന്ന് വാട്സപ്പിൽ പോകുന്നുണ്ട് കേട്ടോ. ആരോ ഒരാൾ ക്ലാസ്സിൽ കയറാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് പോസ്റ്റ് ചെയ്യുമല്ല, മീൻസ് ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ, ഞാൻ ഇപ്പോൾ വരാം. സോ വെൽക്കം ബാക്ക്. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാണ്. ഇടയ്ക്ക് വാട്സപ്പിൽ ചില ട്രെയിനികൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഇന്ന് പൊതുവായി കുറച്ച് നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളിൽ ചിലപ്പോൾ ചില ആളുകൾ ആദ്യമായിട്ട് ഇത്ര ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ സ്ക്രീനിലാണ് നമ്മുടെ ക്ലാസ്സുകൾ അരങ്ങേറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയുള്ള ഈ ഒരു 10 മാസക്കാലം അല്ലെങ്കിൽ 6 മാസക്കാലം നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ ഈ ചെറിയ സ്ക്രീനിൽ മാത്രമാകുമ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, പിന്നെ പ്രയോജനപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാനം ഒരു 5 മിനിറ്റ് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും ആ കാര്യം ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ആദ്യം നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയാം. ഇപ്പോൾ നിങ്ങൾ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് PPTTC അതിന് ജോയിൻ ചെയ്ത് വന്നവരായിരിക്കാം. അതല്ലെങ്കിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് MTTC, അതുപോലെ തന്നെ അറബിക് ടീച്ചർ ട്രെയിനിങ് കോഴ്സ്. അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ ആ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഡ്യൂറേഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഉണ്ടാവും, യൂണിവേഴ്സിറ്റി എക്സാം ഓർ പിന്നെ പ്രൈവറ്റ് NGO എക്സാം. ഇതൊക്കെ എന്തെന്നുള്ളത് വരും ദിവസങ്ങളിൽ കൃത്യമായി പറഞ്ഞുതരും കേട്ടോ. പിന്നെ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ്, UGC അപ്രൂവ്ഡ് ആണോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാത്തിനും നമ്മുടെ അടുത്ത് കൃത്യമായ മറുപടികളും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള ടീച്ചർമാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, ക്വാളിറ്റിയുള്ള ടീച്ചർമാർ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത്തരം ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പല ആളുകളും നമ്മുടെ അടുത്ത് പറയും, ഇത്തരം കോഴ്സുകൾ നമ്മൾ ഓഫ്ലൈൻ പോയി പഠിക്കേണ്ടതാണ്, ഓൺലൈൻ പോയി പഠിച്ചാൽ എങ്ങനെ ശരിയാവുമോ എന്ന് നമ്മളോട് ചോദിക്കും. പക്ഷെ ഇതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, ഇന്ന് ഇപ്പം കഴിഞ്ഞൊരു 2-2.5 വർഷമായി അല്ലെങ്കിൽ 3 വർഷമായി ഞങ്ങൾ ഈ ഓൺലൈൻ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 500-ന് മുകളിൽ
ഒരുപാട് കുട്ടികൾ 2000-3000 കുട്ടികൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി. പക്ഷേ എല്ലാവരും ജോലി ചെയ്യണമെന്നായിരുന്നു നമ്മളെ ആഗ്രഹം. പക്ഷെ 500-ലേറെ ആളുകൾ ഇന്ന് സ്കൂളുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ മറ്റു ചില കാരണം കൊണ്ടോ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 500-ലേറെ ആളുകൾ സ്കൂളിൽ ജോയിൻ ചെയ്ത് സാലറി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർ ജീവിതം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായിട്ട് നല്ല സാറ്റിസ്ഫാക്ഷനാണ് അവർക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ പറയും. എല്ലാം കൂടി ഇന്ന് പറഞ്ഞാണ് നിങ്ങളുടെ ക്ഷമയെ ഞാൻ എന്താ പറയുക പരീക്ഷിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആദ്യം നിങ്ങളുടെ ആ ഒരു ടെൻഷൻ, ആ ഒരു പാനിക്, പരിഭ്രമം, നമ്മുടെ ഈ ഇപ്പം ഞാൻ മലപ്പുറത്തുകാരനാണ്, മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ബേജാറ്, അതാണ് ഒഴിവാക്കുക. മനസ്സിലായില്ലേ? ഇത് ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ്. എന്താ വേണ്ടെന്നറിയോ? മനസ്സ് വേണം. ഇതിന് വേണ്ട തയ്യാറെടുപ്പുകളുണ്ട്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരാൾ ടീച്ചറായിട്ട് മാറ്റുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സോട് പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ സാറേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങളെ മനസ്സിൽ എന്താണെന്നറിയോ, ഒരു 4 ആളെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പേടിയാണ്. ഞാൻ എങ്ങനെ ഈ 10-20 അതും പിഞ്ചു കുഞ്ഞുങ്ങളെ മുമ്പിൽ പോയിട്ട് ക്ലാസ് എടുക്കുക, നടക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയും എനിക്ക് ഉത്തരം ഒന്നും പറയാൻ വയ്യ. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരും, സാർ നടക്കൂട്ടോ, നടക്കും, ഞാൻ ഉറപ്പായി. കാരണം ഈ നമുക്ക് സ്വന്തം അനുഭവങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ തെളിഞ്ഞു വരാണ്ട്. ഈ ആളുകൾ പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിൽ കയറില്ല. സ്വന്തം അനുഭവത്തിന് തെളിഞ്ഞു വരണം. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ്. കൃത്യമായി കറക്റ്റായിട്ട് മുഴുവൻ കാര്യങ്ങളും നമ്മളൊരു ഓഫ്ലൈൻ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന പോലെയുള്ള വർക്കുകളും പ്രോഗ്രാമുകളും എല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരിക്കും. ഒരു കാര്യം, നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും വാട്സപ്പിൽ ഒന്നുകാണ്ട് നോക്കണം എന്തൊക്കെ അപ്ഡേഷൻ ഉള്ളതെന്ന്. അല്ലാതെ ഒരാഴ്ച വാട്സപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പിന്നെ ഒരു സുപ്രഭാതം ഒരു വരവുണ്ട് വരും, എന്നിട്ട് എന്തായി എവിടെ ആയി അങ്ങനെ വരരുത് കേട്ടോ. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. യൂട്യൂബിൽ തോണ്ടിയതിന് പകരം വാട്സപ്പിൽ തോണ്ടിക്കോളി. എന്തായാലും നമ്മുടെ ലൈഫാണിത്. യൂട്യൂബിൽ തോണ്ടിയാൽ ഇപ്പോൾ ലൈഫിന് വലിയ കാര്യം ഉണ്ടാവും എനിക്കറിയില്ല. എന്തായാലും വാട്സപ്പിൽ തോണ്ടിയാൽ ലൈഫിന് കാര്യമുണ്ട്. ഓക്കെ, അറിയാലോ, ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇത്രയും നല്ലൊരു ജോബ്, ഞാൻ പല മേഖലയിലും ജോബ് ചെയ്ത ആളാണ് കേട്ടോ. ആദ്യം ടീച്ചറായിരുന്നു, പിന്നെ ഗൾഫിലൊക്കെ പോയി HR ആണ് കേട്ടോ. HR എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ്. നിങ്ങൾ സാർ HR കമ്പനി ആരംഭിച്ചു അല്ലേ ഒന്നും കരുതണ്ട. ഗൾഫിൽ ഈ വലിയ വലിയ കമ്പനികളിലേക്ക് ആളുകളെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് നിയമിക്കുന്ന ഒരു കമ്പനിയുടെ HR മാനേജറായി വരെ കുറേ ഇതിൽ വർക്ക് ചെയ്തു. പക്ഷെ ഞാൻ പറയുന്നു, ഈ ടീച്ചറുടെ പ്രൊഫഷൻ ഉണ്ടല്ലോ, അത് അത്ര മഹത്വം നിറഞ്ഞ ഒരു പ്രൊഫഷൻ വേറെ ഇല്ല. കാരണം എന്നറിയോ? കാരണം നമ്മൾ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുകയാണ്. പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന ഏത് പണിയാണ് വേറെ ഉള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞേ. പുതിയ ഒരു തലമുറയെ നല്ല സ്വഭാവം പഠിപ്പിച്ച് വാർത്തെടുക്കുക. നമ്മൾ വരും തലമുറയെ, ഭാവിയിലെ ഇന്ത്യ എങ്ങനെയാവണം തീരുമാനിക്കണം നമ്മളാണ്. ഭാവിയിൽ ഇന്ത്യയിലെ ചെറുപ്പക്കാരായിട്ട് മാറുന്ന ഇപ്പോഴത്തെ കുട്ടികൾ പ്രശ്നക്കാരാവണോ, അവർ ദേശസ്നേഹികളാവണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. അതാണ് അധ്യാപകന്റെ. അതുകൊണ്ട് തന്നെ വിവരമുള്ള ഇംഗ്ലീഷുകാരൻ പറഞ്ഞേക്കണേ, എ ടീച്ചർ ഈസ് ലൈക്ക് എ കാൻഡിൽ വിച്ച് ഈസ് ബേണിംഗ് ഫോർ അതേഴ്സ്. എന്താ അർത്ഥം എന്നറിയോ? മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരി ആണത്രേ അധ്യാപകൻ. പക്ഷെ അങ്ങനെ കത്തിരിയുമ്പോൾ പോലും നമുക്കൊരു എൻജോയ്മെന്റ് ഉണ്ട്, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അല്ലാതെ സാറേ ഇത് കത്തി എരിയുന്ന വല്ല ജോലിയാണോ, ഞാനില്ലട്ടാ ഒന്നും വിചാരിക്കണ്ട.
പിന്നെ ഈ പ്രൊഫഷൻ അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ നിങ്ങളെ മനസ്സിലുള്ള ആ സ്പാർക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിൽ ഒരു സ്പാർക്ക് ഉണ്ട്, ഒരു തീപ്പൊരി, ടീച്ചറായേ പറ്റൂ എന്നുള്ള അത് എന്നും വേണം. ഞങ്ങളൊക്കെ പറയാറുണ്ട്, ആരംഭ ശൂരത്വം. എന്തെങ്കിലും പരിപാടി തുടങ്ങുമ്പോൾ ഭയങ്കര താല്പര്യമാണ് ഈ കാര്യം. പിന്നെ ആണ് ഇപ്പം നമ്മൾ വാട്സാപ്പിലൊക്കെ പുതിയ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ നോക്കിയിട്ടുണ്ടോ, ആദ്യം മെസ്സേജ് കൊണ്ട് പൊങ്കാലയാണ് ഈ കാര്യം അല്ലേ, ഭയങ്കര പൊങ്കാലയാണ് ഈ കാര്യം. രാത്രി 2 മണി ആയി കഴിഞ്ഞാൽ പോലും വാട്സപ്പ് ആ ഗ്രൂപ്പ് പൂട്ടൂല, ഓൾവേസ് ഓപ്പൺ ആണ്. എന്നാൽ 1 മാസം കഴിഞ്ഞാലോ ഈ മുസ്ലിമുകളെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളിക്കാട്ടുക്ക് സലാം ചൊല്ലിയമായിരിക്കാണ്, ഒരു ഹായ് വിട്ടാൽ ഒരാളും തിരിഞ്ഞു നോക്കും. അതുപോലെ ആവരുത് നമ്മുടെ ഈ പ്രോഗ്രാം. ഇന്നുള്ള സ്പാർക്ക് നിങ്ങൾ സർട്ടിഫിക്കേഷൻ, ഇതിൽ ഒരുപാട് ധന്യമായ മുഹൂർത്തങ്ങൾ ഇനി വരാനുണ്ട്. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഫാമിലി സഹിതം വന്നിട്ട് ഒരു ടൂറിൻ്റെ ഒരു വിനോദയാത്രയുടെ മൂഡിൽ വന്നിട്ട് നിങ്ങൾ കോൺവൊക്കേഷൻ അഥവാ ബിരുദം ചടങ്ങ്, ആ ചടങ്ങിൽ വന്ന് കോട്ടൊക്കെ ഇട്ടുകാണ്ട് നിങ്ങളെ ഹസ്ബൻഡേയും മക്കളുടെയും അവരൊക്കെ നമുക്ക് സ്റ്റേജിൽ കയറ്റാം. അവരെ കൂടെ ഒന്നുകാണ്ട് ആ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. വീട്ടിൽ ഷോക്കേസ് ഇല്ലെങ്കിൽ ഷോക്കേസ് ഇപ്പം തന്നെ ഉണ്ടായിക്കോളി, കാരണം അവിടെ വെക്കാളാണത്. ഇതൊക്കെ ധന്യമായ മുഹൂർത്തങ്ങൾ ഇഷ്ടം പോലെ വരാനുണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഘട്ടമായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരികയാണ്. അപ്പം ആദ്യം നിങ്ങൾക്ക് ജീവിതത്തിൽ പഠിക്കാൻ ഏറ്റവും പ്രയാസമുണ്ടായിരുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഭാഷ ഏതായിരുന്നു പഠിക്കുന്ന കാലത്ത്? മിക്കവാറും ഒരു 90% ആളുടെയും ആൻസർ ഒന്ന് തന്നെ ആയിരിക്കും, അത് സാറേ ഇംഗ്ലീഷ് തന്നെയാണ്, അല്ലെങ്കിൽ മാത്സ്. ഇംഗ്ലീഷാണ് വില്ലൻ, മെയിൻ വില്ലൻ. മാത്സൊക്കെ ഒരു രണ്ടാമതേ വരുള്ളൂ, പിന്നെ സയൻസ് പിന്നെ വരുള്ളൂ അല്ലേ. അപ്പോൾ ആ ഇംഗ്ലീഷ് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണം. കാരണം ഒരു അധ്യാപികയാവുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് സായിപ്പിനെ പോലെ ആവണമെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇന്ന് നമ്മുടെ കഴിവ്, ഇന്നൊരു ടീച്ചറുടെ കഴിവ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ആ ടീച്ചറുടെ ഭംഗി നോക്കിയിട്ടോ, ടീച്ചർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക നിങ്ങളെപ്പോലെ ഈ KG ക്ലാസ്സുകളിൽ വരുന്ന ടീച്ചേഴ്സിനെ ഉദ്ദേശിക്കേണ്ട കേട്ടോ, എൻ്റെ അനുഭവം കൂടി പറയുകയാണ്. അവരുടെ ഭംഗി നോക്കിയിട്ടോ, ആകാരവടിവ് നോക്കിയിട്ടോ, അതല്ലെങ്കിൽ എന്താ പറയുക അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം നോക്കിയിട്ടോ ഒന്നുമല്ല, അവർ ഇംഗ്ലീഷ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതാണ് ഇന്ന് ആ ടീച്ചറെ ഏറ്റവും കഴിവുള്ളാക്കി മാറ്റുന്നത്. അല്ലാതെ നിങ്ങൾ ഇന്ന് തന്നെ ബൂസ്റ്റ് കഴിക്കൽ തുടങ്ങണ്ട. കാരണം ബൂസ്റ്റൊക്കെ കഴിച്ച് കണ്ട് ഭയങ്കര ഷെയ്പ്പൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല സ്കൂളിലൊക്കെ ജോലി ചെയ്യാൻ കിട്ടുള്ളൂ, അങ്ങനൊന്നുമില്ല, മനസ്സിലായല്ലോ. പക്ഷേ ഇംഗ്ലീഷിൽ നല്ല അടിപൊളി സ്കൂളുകൾ, ഇന്റർനാഷണൽ സ്കൂളുകളാണോ മിക്കവാറും ഇൻ്റർവ്യൂ ഇംഗ്ലീഷിലായിരിക്കും. അതല്ലാത്ത സ്കൂളും ഉണ്ട്. ഇപ്പം ഇംഗ്ലീഷിന് ഭയങ്കര പേടിയാണെങ്കിൽ നമുക്ക് അതല്ലാത്ത സ്കൂളിൽ പോയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇംഗ്ലീഷിനെ പേടിച്ച് കണ്ട് പഠിച്ചോനെ ഞാൻ ജോയിൻ ചെയ്തത് പ്രശ്നമായാ, ഇംഗ്ലീഷാണ് മെയിൻ വില്ലൻ. ഇംഗ്ലീഷ് അത്ര ആവശ്യമില്ലാത്ത സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് മുഖ്യമായിട്ട് ആവശ്യമുള്ള സ്ഥാപനങ്ങളിലാവുമ്പോൾ സാലറി എന്തായാലും കൂടും, ഉറപ്പാണല്ലോ അല്ലേ. മറ്റൊരിടത്ത് വല്ലാതെ കുറയില്ല, ഉണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബേസിക് ആയിട്ട് ഇംഗ്ലീഷിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഡ്രൈവിങ് പഠിക്കാൻ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഡ്രൈവിങ് പഠിക്കാൻ വർക്ക്ഷോപ്പിൽ പോയിക്കാണ്ട് പണി പഠിക്കണം, ജോലി ചെയ്യണം. വർക്ക്ഷോപ്പിൽ പോയി ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ വണ്ടി ഉണ്ടാക്കാൻ പഠിക്കുകയാണ് അല്ലേ. വണ്ടിൻ്റെ മാനുഫാക്ചറിങ് പഠിക്കുകയാണ്. അപ്പോഴേ വർക്ക്ഷോപ്പ് ജീവനക്കാരന് വണ്ടി കംപ്ലൈൻ്റ് ആവുമ്പോൾ നന്നാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഡ്രൈവിങ് പഠിക്കാൻ അവിടെ പോകണ്ട, ഡ്രൈവിംഗ് സ്കൂളിൽ പോയാൽ മതി അല്ലേ. നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കണ്ടമാനം വാക്കുകൾ പഠിക്കണം, പിന്നെ കുറേ ഗ്രാമർ പഠിക്കണം, അങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം. ഇത് മനസ്സിൽ ഇങ്ങോട്ട് പേടിപ്പിച്ച് വെച്ചതാണ്. സത്യം പറഞ്ഞാൽ യക്ഷിയേക്കാളും ഇന്ന് വലിയ വില്ലൻ ഇംഗ്ലീഷാണ്. യക്ഷിക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ. യക്ഷി ഫുൾ മേക്കപ്പിലിട്ട് വന്നാൽ നമ്മളാരും പേടിക്കൂല. പക്ഷേ ഇംഗ്ലീഷ് വന്നാൽ മിക്കവാറും ബോധം കെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും
പല ആളുകളെ മീറ്റ് ചെയ്യുമ്പോഴും ടീച്ചേഴ്സിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴൊക്കെ തന്നെ അപ്പോൾ ജസ്റ്റ് ഒരിക്കൽ ഒരു ഭയങ്കര ഫീലിംഗ് ആയ സംഭവം ഉണ്ടായിട്ടോ. എനിക്ക് ആ ഫീലിംഗ് ആയി. എൻ്റെ നാട് മലപ്പുറം ജില്ല കോട്ടക്കലാണ്. കോട്ടക്കലിൻ്റെ അടുത്ത് ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ദൂരത്ത് ഒരു സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, മിക്കവാറും ആ പ്രദേശത്തുള്ള ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിലോ. അപ്പോൾ ആ ഒരു സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ ഇൻ്റർവ്യൂവിന് അവിടുത്തെ മാനേജ്മെൻറ്റിന് എന്നെ നല്ല പരിചയം ഉണ്ടായിരുന്നു. ഇത് എൻ്റെ മൗലൂദ് പറയല്ല കേട്ടോ, ഒരു സംഭവം ഉണ്ടായത് പറയണ്ട. ഭയങ്കര ഫീലിംഗ് ആയി അന്ന്. സത്യം പറഞ്ഞാൽ അന്ന് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയില്ല. അതായത് ഇൻ്റർവ്യൂവിന് കുറച്ചൊക്കെ ഇംഗ്ലീഷ് പറയാൻ കഴിയുന്ന ഒരാളെ ഇൻ്റർവ്യൂവിന് കൊണ്ടുവരുത്തുക എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റിന് അതൊരു പ്ലസ് ആണ്. അപ്പോൾ എന്നെ കൊണ്ടേ ഇരുത്തി. എന്നോട് പറഞ്ഞു ടീച്ചേഴ്സിനോട് ഇംഗ്ലീഷ് മാത്രം ചോദിച്ചാൽ മതിയെ പറഞ്ഞു. ഓക്കെ, എൻ്റെ കൂടെ ഇരിക്കുന്നവർക്ക് ഇംഗ്ലീഷ് അറിയുമെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഞാൻ നോക്കണമില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ കയറുന്ന ടീച്ചറോട് ഫസ്റ്റ് പറഞ്ഞു, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവൂലേ? ഇവരുണ്ട് ബേജാറായിക്കാണ്ട് കയ്യും കാലൊക്കെ വറക്കലും ചുണ്ട് വറക്കലും. നമ്മൾ അതായത് അവർ എന്നെ ഡ്രാക്കുളയായിട്ടാണ് കാണേണ്ടത്. ഡ്രാക്കുളുടെ മുമ്പിൽ അകപ്പെട്ട ആ ഒരാളവസ്ഥയായിരുന്നു. ഓക്കെ, ഞാൻ തന്നെ ആകണ്ട് ഫീലിംഗ് ആയി പോയി. അപ്പോൾ കണ്ണീരും അത് കരയാനൊക്കെ തുടങ്ങി. അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് വിഷമിച്ച് വരികയായിരിക്കും. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, അവർക്ക് വേണ്ടി മലയാളത്തിൽ അപ്പോൾ തന്നെ എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ ഞാൻ നോക്കുന്നുണ്ട്. കാരണം അവർക്ക് ചോദിക്കാൻ വയ്യ, അതുകൊണ്ടാണ് എന്നോട് ചോദിക്കാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിങ്ങനെ പേടിച്ച് പറിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാം അല്ലേ? അപ്പോൾ കണ്ടോ ഒരു ടീച്ചേഴ്സ്. അപ്പോൾ പിന്നീട് മനസ്സിലായി ഇത് ഡിഗ്രി പാസ്സായ ടീച്ചറാണ്. ഡിഗ്രി BA സോഷ്യോളജി മറ്റോ പാസ്സായിക്കാണ്ട് PPTTC മറ്റോ ട്രെയിനിങ് കഴിഞ്ഞ് വന്നൊരു ടീച്ചറാണ്. ആ ടീച്ചറോട് ഈ KG ക്ലാസ്സിലേക്കുള്ള ഇതിനാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചത്. സോ ഭയങ്കര ഫീലിംഗ് ആയി. പിന്നെ ഞാൻ ആ സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ ഇൻ്റർവ്യൂവിന് പിന്നെ വിളിച്ചിരുന്നു. അവിടെ പോയിട്ടേ ഇല്ല. മനസ്സിലായില്ലേ? കാരണം അതോടുകൂടി ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത് തൽക്കാലം നിർത്തിവെച്ചു. കാരണം എനിക്കും എനിക്ക് പേടിച്ചതല്ല, കാരണം വല്ലാതായി. നമ്മുടെ മുമ്പിൽ ഒരു സ്ത്രീ എന്ന് കരയാന്ന് പറയുമ്പോൾ നമുക്ക് ഫീലിംഗ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ പേടിക്കരുത്. അതായത് ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നറിയോ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പറയാൻ അറിയണം. അപ്പോൾ നിങ്ങൾ ആരാണ്? ഹൂ ആർ യു? അപ്പോൾ നല്ല സ്റ്റൈലിൽ നിങ്ങളിങ്ങനെ ഈ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ വളരെ ക്ഷീണിച്ച് വന്നുകൊണ്ട് ഗുഡ് മോർണിംഗ്, ഐ ആം ഹസീന റഹ്മാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആള് ഇങ്ങോട്ട് പറയും, ടീച്ചറെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഹോർലിക്സോ ബൂസ്റ്റോ കഴിച്ചുകൊണ്ട് വരും കേട്ടോ, ഈ പോക്ക് പോയാൽ ഇൻ്റർവ്യൂ നടത്താൻ പ്രയാസമുണ്ട് എന്ന്. കാരണം നമ്മുടെ ആ ഒരു അല്ലേ, നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ ഭയങ്കര ഗഡ്സിലുള്ള എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ആ ഗഡ്സ് ഇല്ലാതാവേണ്ടത്? കല്യാണത്തിന് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര മേക്കപ്പാണ്, അടിപൊളി ഡ്രസ്സാണ്, നല്ല എന്താ പറയുക, നല്ല പോസ്റ്ററാണ്. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ POSTURE കേട്ടോ. ആ പോസ്റ്ററാണ് അല്ലേ? ലുക്ക് കണ്ടാൽ തന്നെ മതി, ഭയങ്കരമാണ്. പണ്ട് നമ്മളെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെ വർക്കിലല്ലല്ലോ കാര്യം, ലുക്കിലല്ലേ കാര്യം എന്ന് പറഞ്ഞ പോലെ അല്ലേ? പക്ഷെ നമ്മൾ ഒരു സ്കൂളിലൊക്കെ ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ സ്കൂളിൽ പാരൻസ് മീറ്റിന് പോകുമ്പോൾ തന്നെ വറച്ച് കണ്ട് നമ്മൾ നിൽക്കണ്ട. നമ്മളോട് ഒന്ന് സ്റ്റേജിൽ കയറി 2 വാക്ക് പറയാൻ പറഞ്ഞാലോ, പടച്ചവനെ ഈശ്വരാ പ്രശ്നമായി അല്ലേ? എൻ്റെ കർത്താവേ ഞാൻ എന്താ ചെയ്യാം? അപ്പോൾ നമുക്കായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മുമ്പിൽ ഇരിക്കുന്ന ആളോട് പറയാം ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് ഗുഡ് മോർണിംഗ് നന്നാക്കിയിട്ട് പറയാം. ഈ നല്ല ഇംഗ്ലീഷ് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ്. അങ്ങനെ മലയാളത്തിൽ പറയുന്ന ഓരോ അക്ഷരവും കട്ടിയും കുറച്ചൊക്കെ പറയണം അല്ലേ? മലയാളം അങ്ങനെയാണ്. എന്നാൽ ഇംഗ്ലീഷിൽ ഒരുപാട് അക്ഷരങ്ങൾ വിഴുങ്ങണം. നിങ്ങളാരും നമ്മളെ പിന്നെ സുരാജ് വെഞ്ഞാറമ്മോട് പഠിപ്പിച്ച പോലെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഗുഡ് മോർണിംഗ് അങ്ങനെ പറയൊന്നും വേണ്ട കേട്ടോ. നോർമലി പറഞ്ഞാൽ മതി. അല്ല, സുരാജ് വെഞ്ഞാറമ്മോട് ഏതൊരു സിനിമയിലുണ്ട്, ദിലീപിന് കോച്ചിങ് കൊടുക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞാൽ മതി, കറക്റ്റ് ഫോറിൻ ഇംഗ്ലീഷ് ആവുന്ന. ഓക്കെ, അപ്പം അങ്ങനെയൊന്നും വേണ്ട. ഗുഡ് മോർണിംഗ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നതാണ് ഈ പറയുന്ന ഫുള്ള് അക്ഷരങ്ങൾ പുറത്തേക്ക് വരണമെന്ന്. എൻ്റെ ഒരു ഹിന്ദി അധ്യാപകൻ ഉണ്ടായിരുന്നു. മൂപ്പര് പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ഈ ഹിന്ദി ഭാഷ മലയാളം പോലെ തന്നെയാണ്, എല്ലാ അക്ഷരങ്ങളും പിന്നെ അടിപൊളിയായിട്ട് ഉച്ചരിക്കണം. മൂപ്പര് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കണം, ഞാൻ ബാക്ക് ബെഞ്ചിൽ പോയിരിക്കും. എന്താ കാരണം അറിയോ?
മൂപ്പരെടുക്കുന്ന വല്ല പോയമാണെങ്കിൽ ഭവ്യ ഭാവ് ഭോഷൻ ഭണ്ഡാർ, ഇത് പറയുമ്പോൾ തന്നെ മൂപ്പര് മുറുക്കുന്ന ആളെയുന്നു, വെറ്റിൽ മുറുക്കുന്ന ആളെയുന്നു. കംപ്ലീറ്റ് ഞങ്ങളെ ദേഹത്തറിയിക്കണം, ഞങ്ങൾ വേഗം പോയിരിക്കും. അത് മലയാളത്തിനങ്ങനെ കുഴപ്പമുണ്ട്, ഹിന്ദിക്കും കുഴപ്പമുണ്ട്. കുഴപ്പമില്ല, അതാ ഭാഷയുടെ പ്രത്യേകതയാണ്. ഇംഗ്ലീഷ് നമുക്കറിയാലോ, ഇംഗ്ലീഷിന് ഏത് അക്ഷര കട്ടിക്കൂട്ടി ഉച്ചരിക്കുന്നത് അല്ലേ? ഇല്ല അല്ലേ? മലയാളത്തിൽ നമ്മൾ ജയൻ ഫാദർ എന്നാ പറയാ. എന്നാ ഇംഗ്ലീഷിൽ ഈ 6 ഉച്ചരിക്കുക എന്ന് പറയുന്നതിന് സായിപ്പിന് അലർജിയാണ്. ഫാദർ, മദർ, ബ്രാദർ, സിസ്റ്റർ, ഇവിടെ 6 അല്ലേ? ജയന്റെ ഓപ്പോസിറ്റ് ആയാൽ മതി കേട്ടോ. അപ്പോ ഇംഗ്ലീഷ് നല്ലതില്ല. ഗുഡ് മോർണിംഗ് ടു യു. ഐ ആം രേവതി, ഐ ആം ഷബ്ന, ഐ ആം അസ്മ, ഐ ആം തസ്നി, ഐ ആം ആതിര. നിങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുക. കൂടെ ഹസ്ബൻഡിന്റെ പേര് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കൾച്ചറാണ്. ഈ ബ്രിട്ടീഷ് കൾച്ചർ നമ്മൾ അതുപോലൊന്നും അനുസരിക്കണം എന്നില്ല, എന്നാലും ഒരു ജോലി കിട്ടാൻ വേണ്ടിയല്ലേ, കുറച്ചൊക്കെ ആയിക്കോട്ടെ അല്ലേ? അല്ലാത്തന്നെ നമ്മൾ ബ്രിട്ടീഷുകാരെ കൾച്ചർ നല്ലോണം ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കേണ്ട, സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു കൾച്ചർ നമ്മുടെ ഇന്ത്യക്കാരതും അല്ല, അറബികളതും അല്ല, അത് ബ്രിട്ടീഷുകാരതാണ്. ഓക്കെ, മാത്യു ആർണോൾഡ് എന്ന സായിപ്പിന്റെ ഇംഗ്ലീഷ് എഴുത്തുകാരൻ്റെ ഒരു ലേഖനം കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ, വെറുതെ വിളിച്ച് പറയില്ലെന്നർത്ഥം. ഓക്കെ, ഈ ബർത്ത്ഡേ ആഘോഷിക്കേണ്ടതൊക്കെ അവരുതാണ്. നമ്മൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാറുണ്ടല്ലോ അല്ലേ? സ്കൂളിൽ പഠിക്കേണ്ട ഒന്ന് മാസം ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ട്. എല്ലാ മാസവും 2-ാം തീയതി മിഠായി കൊണ്ടു കൊടുക്കും എന്ന് പറയുന്നതിൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും അല്ലേ, പഠിക്കുന്ന കാലത്ത്. ഓക്കെ, അത് എന്തോ ആവട്ടെ. സോ നമ്മൾ സ്റ്റൈലിൽ പറഞ്ഞു നോക്കാം. ഗുഡ് മോർണിംഗ് ടു യു, ഐ ആം അഫ്സത്ത്. നിങ്ങൾ ഹസ്ബൻഡിൻ്റെ പേര് ചേർത്ത് പറയാം കേട്ടോ. ഐ ആം ഫ്രം. ഞാൻ പറയുമ്പോൾ കണ്ടില്ലേ, ഐ ആം ഫ്രം എന്നല്ല, ഐ ആം ഫ്രം. സ്റ്റൈലായിക്കോട്ടെ. ഇതിന് വേണമെങ്കിൽ നിങ്ങൾ കണ്ണാടിൻ്റെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യട്ടോ. നമ്മളെന്തായാലും കണ്ണാടിൻ്റെ മുമ്പിൽ നിന്നാണ് 1/2-3/4 മണിക്കൂർ വെറുതെ ചിലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യമില്ല അല്ലേ? എന്നും പുറത്തൊക്കെ പോകുമ്പോൾ അതിന് മുമ്പ് ഒരു 3/4 മണിക്കൂർ കണ്ണാടിൻ്റെ മുമ്പിൽ ചിലവഴിക്കണ്ടല്ലോ. അതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. എന്നാൽ ഇതുകൊണ്ട് ഗുണം ഉണ്ടാവും. കണ്ണാടിൻ്റെ മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന്, ഐ ആം ഫ്രം പാലക്കാട്, ഐ ആം ഫ്രം ട്രിവാൻഡ്രം, ഐ ആം ഫ്രം കാലിക്കറ്റ്, ഐ ആം ഫ്രം കൽപ്പറ്റ, സോ ഐ ആം ഫ്രം ചെന്നൈ. ഇങ്ങനെ പറഞ്ഞു നോക്കാം. മൈ ഫാദർ ഈസ് മിസ്റ്റർ. മൈ ഫാദർ ഈസ്, കെടുക്കട്ടെ അച്ഛനൊരു മിസ്റ്റർ അല്ലേ? മൈ ഫാദർ ഈസ് മിസ്റ്റർ. അച്ഛൻ്റെ പേര് പറയാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഫസ്റ്റ് ക്ലാസ് എങ്ങനെ കേട്ടോ, സെൽഫ് ഇൻട്രൊഡക്ഷൻ. മൈ ഫാദർ ഈസ് മിസ്റ്റർ. He is working at abroad. He is working at abroad. നിങ്ങൾക്കറിയാവുന്ന വാക്ക് തന്നെയാണ്. നിങ്ങളിൽ ഒരു 3/4 ആളും കേട്ട വാക്ക് തന്നെയാണത്. വർക്കിംഗ് അറ്റ് അബ്രോഡ് എന്ന് പറഞ്ഞാൽ വിദേശത്ത് ജോലി ചെയ്യുന്നതിനാണ്. ദയവരുതികാണ്ട് അച്ഛന് ജോലി പറയുമ്പോൾ ഹീ ഈസ് വർക്കിംഗ് ഇൻ ഗൾഫ് എന്ന് പറയരുത്. ഹീ ഈസ് വർക്കിംഗ് ഗൾഫ്. ഗൾഫ് എന്ന് പറഞ്ഞാൽ ഉൾക്കടൽ എന്നാണ് മലയാളം. ദയവ് എഴുതിക്കാണ്ട് അച്ഛനെ കൊണ്ട് ഗൾഫിൽ, ഐ മീൻ UAE-ലും സൗദിയിലും വർക്ക് ചെയ്യേണ്ട മൂപ്പരെ കൊണ്ടുപോയിക്കാണ്ട് ഉൾക്കടലിലാക്കല്ലേ കേട്ടോ. ഓക്കെ, അപ്പോൾ ഹീ ഈസ് വർക്കിംഗ് അറ്റ് അബ്രോഡ്. കണ്ടോ, ഞാൻ പ്രൊണൗൺസ് ചെയ്യേണ്ട ശ്രദ്ധിക്കാം. അറ്റ് അബ്രോഡ്. ഇങ്ങനത്തെ മുതൽ പ്രാക്ടീസ് ചെയ്യാം. വീട്ടിൽ രാത്രി ഒരു മക്കളൊക്കെ ഉറങ്ങിയ ശേഷം ഒരു 2-5 മിനിറ്റ് ഒന്ന് പറഞ്ഞു നോക്കുക. പതുക്കെ പറഞ്ഞാൽ മതി. നിങ്ങൾ റൂം ഡോർ അടച്ചുകൊണ്ട് പറഞ്ഞോളൂ, പുറത്ത് സൗണ്ട് അല്ലാതെ കേൾക്കണ്ട. കാരണം സൗണ്ട് കേട്ടാലേ വീട്ടിലുള്ള കാരണന്മാർക്ക് ചിലപ്പോൾ വേറെ ഒന്നും തോന്നും. ഓൾ ഇന്ന് ക്ലാസ്സിന് ഇന്നതേ ഉള്ളൂ, ഒറ്റ സംസാരം ആരംഭിച്ചേക്കണ്, തുടങ്ങിക്കണ് എന്ന് പറയും. അത് വേണ്ട കേട്ടോ, പറഞ്ഞു നോക്കാം, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് വിൽ മേക്ക് യു ഇൻ എനിത്തിങ് ആൻഡ് എവറിത്തിങ് എന്നാണ് വിവരമുള്ള സായിപ്പ് പറഞ്ഞേക്കേണ്ടത്. സോ മൈ ഫാദർ ഈസ് മിസ്റ്റർ. ഹീ ഈസ് വർക്കിംഗ് അറ്റ് അബ്രോഡ്. മിക്ക അച്ഛന്മാരും ഗൾഫിൽ വർക്ക് ചെയ്യുന്നവരോടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അല്ല, അദ്ദേഹം നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഹീ ഈസ് എ കൂലി. അദ്ദേഹം നാട്ടിൽ കൂലി വേലൊക്കെ പോകുന്ന ആളാണെങ്കിൽ നമുക്ക് കൂലി എന്ന വേർഡ് നമുക്ക് പറയാം. സായിപ്പ് ഇന്ത്യക്കാരെ പരിഹസിക്കാൻ ഉണ്ടാക്കിയ വാക്കാണ് കൂലി. പക്ഷെ ഇന്ത്യക്കാരിന്ന്
അഭിമാനത്തോടു കൂടി പറയുന്ന വാക്കാണ് കൂലി. മനസ്സിലായില്ലേ? ഹി ഈസ് എ കൂലി. ഓക്കെ, അതൊരു ജോലിയാണ് അല്ലേ? ഓക്കെ, ഇനി അതല്ല, ഫാദർ മരണപ്പെട്ട കേസാണെങ്കിൽ നമുക്ക് പറയണം ഹി ഈസ് നോ മോർ, ഹി ഈസ് ഡൈഡ് എന്ന് പറയരുത് കേട്ടോ. ഓക്കെ, ഇതോ കേൾക്കുന്നത് ഇംഗ്ലീഷ് അറിയുന്ന ആളാണെങ്കിൽ നമ്മളെ പരിഹസിക്കാൻ വേറൊന്നും വേണ്ടി വരില്ല. ഓക്കെ, ഇപ്പോൾ ഹി ഈസ് നോ മോർ, ഫാദർ മരണപ്പെട്ട കേസാണെങ്കിൽ. അല്ല, അദ്ദേഹം ഇപ്പോൾ ജോലിയൊന്നും ചെയ്യുന്നില്ല, വയസ്സായ ആളാണ്, അപ്പോൾ ഹി ഈസ് ടേക്കിംഗ് റെസ്റ്റ്, ഹി ഈസ് റിട്ടയേർഡ്, ഹി ഈസ് റിട്ടയേർഡ്. ഈ ഗവൺമെന്റ് സർവീസിൽ നിന്ന് പിരിഞ്ഞ ആൾക്കാരെ മാത്രമല്ല റിട്ടയേർഡ് എന്ന് പറയട്ടോ. ഏതൊരു ജോലിയൊന്നും ജോലി നിർത്തിയിട്ട് ഇപ്പൊ മക്കളെ അധ്വാനിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പിന്നെ അദ്ദേഹം ഇപ്പോൾ റെസ്റ്റിലാണ്, പിന്നെ വയസ്സ് 60 കഴിഞ്ഞേക്കണം എങ്കിൽ ഹി ഈസ് റിട്ടയേർഡ്. ഓക്കെ, മൈ മദർ ഈസ് മിസ്സിസ് ഓമന കറിയാച്ചൻ. ഞാൻ അച്ഛൻ്റെ പേരും കൂടി അമ്മൻ്റെ പേരിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞതാണ്. മൈ മദർ ഈസ് മിസ്സിസ് ആമിന ബീരാൻകുട്ടി, ആമിന ബീരാൻ ഹാജി. നിങ്ങൾ എങ്ങനെ വെച്ചാൽ പറയാം. ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ, ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. കെടുക്കട്ടെ അമ്മക്കൊരു എഞ്ചിനീയർ. അമ്മയ്ക്ക് നമ്മളത്രയും വളർത്തിയിലിടും അല്ലേ? നമ്മളത്രയും വളർത്തിണ്ടാക്കിയില്ലേ? 2-3 മക്കളൊക്കെ രാവിലെ എഴുന്നേൽപ്പിച്ച് അവർക്ക് വേണ്ട അവരൊക്കെ കുളിപ്പിച്ച് ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കാന്ന് പറഞ്ഞാൽ എംടെക് എടുത്ത എഞ്ചിനീയർ പോലും ഇങ്ങനെ ചെയ്യൂല. അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ് അല്ലേ? ഈ 3 ഭാഗത്തേക്കാണെങ്കിൽ പറയും വേണ്ട, അടി ഇനി വീട്ടിൽ വല്ല അടിയാണെങ്കിലോ പറയും വേണ്ട അല്ലേ? നല്ലൊരു എഞ്ചിനീയർക്ക് പോലും ഹാൻഡിൽ ചെയ്യാൻ കഴിയൂല. അത് നമ്മുടെ മദർ എത്ര ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലേ? സോ ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. ദയവ് കരുതി ഹൗസ് വൈഫ് എന്ന് ഞാൻ പറയരുത്. പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ഹൗസ് വൈഫ് പറഞ്ഞ വാക്ക് ഒരുപാട് കാലം മുമ്പ് ഉപയോഗിച്ച വാക്കാണ്. ഇപ്പോൾ AI ഒക്കെ വരുന്ന കാലല്ലേ അല്ലേ? ജമനായിയോ കുറേയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കണ്ട് പല കോലം മാറ്റേണ്ട കാലഘട്ടമാണ്. ഓക്കെ, അപ്പം നമ്മളും കുറച്ച് അപ്ഡേറ്റ് ആവുക. അല്ല നമ്മളും കാളവണ്ടിപത്തിൽ ഇപ്പം ഇന്ന് തന്നെ പോയിട്ട് ജമനായി ഒന്നും നോക്കണ്ട, ഞാൻ അത് നോക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ സംസാര ഭാഷയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ആവുക. നമ്മൾ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആവണം. എന്നിരുന്ന് തന്നെ വീട്ടിൽ പോയി കാണ്ട് ഹസ്ബൻഡിനോട് തിരക്കൂടിക്കാണ്ട് iPhone 17 Pro വാങ്ങിക്കോളി. ഇപ്പം iPhone 13 Pro ഞാൻ ഉപയോഗിക്കേണ്ടത്, അത് മാറ്റണം. സാറ് പറഞ്ഞേക്കണ് അപ്ഡേറ്റ് ആവാം. എനിക്ക് പാര വെക്കരുത് കേട്ടോ. ഫോൺ ഉപയോഗിക്കുന്നതല്ല അപ്ഡേഷൻ, നമ്മുടെ പെരുമാറ്റമാണ് അപ്ഡേഷൻ ഞാൻ വരുത്താൻ പറഞ്ഞത്. സോ നിങ്ങൾ പറയാം ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. വേർഡ് മറക്കണ്ട, ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. ഓക്കെ, ഐ ആം മാരീഡ്. മാരേജ് കഴിഞ്ഞ ആൾക്കാർക്ക് ഐ ആം മാരീഡ്. ഐ ഹാവ് 2 children. ഐ ഹാവ് 1 child. ഇനി മക്കളെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട, കാരണം അങ്ങനെ നിങ്ങൾ മക്കളെ കുറിച്ച് ചിലപ്പോൾ നോവലൊക്കെ എഴുതാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇന്റർവ്യൂ മിക്കവാറും തീരുമാനമാവും. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് ജസ്റ്റ് പറഞ്ഞാൽ മതി, ഐ ആം മാരീഡ്. ഇനി കല്യാണം കഴിയാത്തവരെന്താ പറയുക? ഐ ആം സിംഗിൾ കേട്ടോ, ഐ ആം സിംഗിൾ. ഞാൻ ഓർമ്മയിൽ കല്യാണം കഴിഞ്ഞവർ ഐ ആം ഡബിൾ എന്ന് പറയരുത്. ഡബിൾ അല്ല, ഐ ആം മാരീഡ്. ഐ ഹാവ് 2 children. ഐ ഹാവ് നോ ചിൽഡ്രൻ. മക്കളില്ലെങ്കിൽ ഐ ഹാവ് നോ ചിൽഡ്രൻ. മൈ ഹസ്ബൻഡ് ഈസ്, ഹസ്ബൻഡിൻ്റെ പേര് പറയാം, കാരണം ഈ ഫാമിലി അല്പം ഡീറ്റെയിൽസ് ഫാമിലിയെ കുറിച്ച് പറയുന്നത് ഇന്റർവ്യൂവിന് പലപ്പോഴും ഞാൻ ഇന്ന് തന്നെ ഇന്റർവ്യൂവിന് പോകാനുള്ള കാര്യം പറഞ്ഞുതരല്ലോ കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകേണ്ടത് എന്താണ്? നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യം പറഞ്ഞു തരികയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇന്നും നാളെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇത്ര വരെ മതി. എന്ത്? ഹസ്ബൻഡിനെ കുറിച്ച് ഇപ്പം പറയുന്ന മൈ ഹസ്ബൻഡ് ഈസ് എന്ന് പറഞ്ഞ ഹസ്ബൻഡിൻ്റെ പേര് പറയാം. അത് പറയുമ്പോഴും മിസ്റ്റർ ചേർത്ത് പറയണം കേട്ടോ. ഇനി മിസ്റ്റർ ചേർക്കാത്തൊരു കുടുംബകലഹം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഓക്കെ, മിസ്റ്റർ ചേർത്ത് പറയണം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെ? ഇപ്പം ഞാൻ ഇതിൽ ഒരാളുടെ പ്രൊഫൈലിൽ നിന്ന് ഞാൻ ജസ്റ്റ് പറയുകയാണ്. തെറ്റായിരിക്കാം, പക്ഷേ ക്ഷമിക്കുക. ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി പറയുകയാണ് കേട്ടോ. ഓക്കെ, രേവതി അച്ഛനാരെന്ന് എനിക്കറിയാം, മീൻസ് നിങ്ങൾ അച്ഛൻ്റെ പേരും എനിക്ക് അറിയില്ല, ഹസ്ബൻഡിൻ്റെ പേരും അറിയില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് സങ്കല്പിച്ച് പറയാം കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തെറ്റുകൾ വരും. സോ പാടൻ പൊറുക്ക്. ഐ ആം രേവതി
ഐ ആം രേവതി. ഐ ആം ഫ്രം എറണാകുളം. സ്ഥലം എറണാകുളം ആണോ? അല്ലല്ലോ അല്ലേ? ഐ ആം ഫ്രം പാലക്കാട്. ഐ ആം ഫ്രം പാലക്കാട്. മൈ ഫാദർ ഈസ് മിസ്റ്റർ. ഹി ഈസ് മൈ ഫാദർ ഈസ് മിസ്റ്റർ ചന്ദ്രശേഖരൻ. ഹി ഈസ് farmer. He is a farmer. And my mother is Mrs. Saraswati. Okay. ഞാൻ എൻ്റെ ധാരണ പറയാട്ടോ. ഓക്കെ. ആൻഡ് ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. അത് ശരിയാവും, കാരണം മിക്കവാറും ഉമ്മാരി ഡൊമസ്റ്റിക് തന്നെയാണ് കാരണം, അല്ലാത്തവരുണ്ടാവും കേട്ടോ. ഓക്കെ. ഐ ആം മാരീഡ്. ഐ ഹാവ് 2 children. മക്കളെ നമ്പർ പറയുക. ആൻഡ് മൈ ഹസ്ബൻഡ് ഈസ് ഐ ആം മാരീഡ്. മൈ ഹസ്ബൻഡ് ഈസ് മിസ്റ്റർ എന്ന് പറഞ്ഞ ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞിട്ട് ഐ ഹാവ് 2 children. എനിക്ക് 2 മക്കളെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ. സോ നിങ്ങൾ ഇത്രയും മതി ഇന്നേക്ക്. ഇത് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി കൂട്ടാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൂട്ടാം. അല്ല, ഇന്ന് തന്നെ എല്ലാം പാടെ പറഞ്ഞാണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. സോ ഇത് അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞാണ്ടല്ലോ. ഇംഗ്ലീഷ് സാഹിബ്, വിവരമുള്ള സാഹിബ് പറഞ്ഞേക്കണ് വെൽ ഡൺ ഈസ് ഹാഫ് ഡൺ. എന്ത് കാര്യവും മനോഹരമായി തുടങ്ങിയാൽ പകുതി വിജയിച്ചു. അപ്പൊ ഇന്റർവ്യൂവിന് നിങ്ങൾ പോകുമ്പോൾ പകുതി വിജയിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ ആഴ്ചയിൽ തീരുമാനമാക്കാം. ഓക്കെ. കാരണം നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. ഇതിപ്പോ നിങ്ങൾക്ക് എഴുതി വെക്കൊന്നും വേണ്ടല്ലോ, വേണ്ട. അപ്പൊ എല്ലാവരും ഇന്നിപ്പോ നമുക്ക് 24, ഞാൻ ഉൾപ്പെടെ 24 ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. എനിക്ക് എല്ലാവരും കാണാൻ കഴിയുന്നില്ല കേട്ടോ. ഓക്കെ. സോ നിങ്ങൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമുക്ക് കുറച്ച് ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചറും കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു തരും. നമുക്ക് ഗ്രാമർ ഫുള്ളായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രാമറൊക്കെ പഠിച്ചിട്ടാണോ നമ്മൾ പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു സായിപ്പും മദാമയും അവിടെ നിങ്ങൾ നിൽക്കുന്ന അവിടെ വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, കുഡ് യു പ്ലീസ് ഷോ മീ ദ വേ ടു കാഷ്വാലിറ്റി. അപ്പോൾ നിങ്ങളോട് ചോദിച്ചത് എന്താണ്, കാഷ്വാലിറ്റിയിലേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ഗ്രാമർ ആലോചിക്കുകയാണ്. സബ്ജക്റ്റ് ആദ്യം വെക്കോ രണ്ടാമത് വെക്കോ, വെർബ് രണ്ടാമത് വെക്കണോ മൂന്നാമത് വെക്കണോ. നിങ്ങൾ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് കണ്ണു തുറന്നിരിക്കുകയാണ് കേട്ടോ. മനസ്സുകൊണ്ടൊക്കെ ആലോചിച്ച് നിങ്ങൾ ഈ കാര്യം പറയാൻ പുറപ്പെടുമ്പോഴേക്കും മുമ്പിൽ സായിപ്പിനും മദാമിനെയും കാണൂല. അവർ കാഷ്വാലിറ്റി പോയി കിടന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ. ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമുക്ക് വേണ്ട ചില ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറുപടി വരണം. അതിന് വേണ്ട കുറച്ച് ടിപ്സുകൾ, കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, നമ്മളെ ഈ കോഴ്സിന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ആ ടെക്സ്റ്റ് ബുക്കിൽ, ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. അത് എക്സ്പെക്റ്റ് പറയില്ല. പക്ഷെ ആ ബുക്കിൽ ലാസ്റ്റ് ഒരു ഭാഗം, ഒരു 15-20 പേജോളം ക്ലാസ് റൂമിൽ ഷൈൻ ചെയ്യാനുള്ള ഇംഗ്ലീഷ് മാത്രമാണ് കണ്ടറിഞ്ഞ് കൊടുത്തതാണ്. ഓക്കെ. അത് പഠിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ക്ലാസ് കേൾക്കുന്ന മറ്റു ടീച്ചേഴ്സ് ചോദിക്കും, അല്ല മാഡം നിങ്ങൾ MA ഇംഗ്ലീഷൊക്കെ പഠിച്ച ആളാണോ? എവിടെ, നമ്മൾ +2 ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതാണ് പ്രാക്ടീസ് ചെയ്യുക. ഇതിനൊക്കെയുള്ള മാർഗങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളും കൂടി സഹകരിച്ചാലേ നമുക്ക് ഈ കാര്യം നന്നായിട്ട് വിജയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നമ്മൾ ജീവിതത്തിൽ പോയി ഒരു പക്ഷേ എന്നേക്കാളും തിരക്കുള്ളവരായിരിക്കും നിങ്ങൾ. കാരണം നിങ്ങൾ ഏറെക്കുറെ ഡൊമസ്റ്റിക് എഞ്ചിനീയേഴ്സാണ്. മക്കളെ നോക്കണം, ഹസ്ബൻഡിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, പിന്നെ ഹസ്ബൻഡിൻ്റെ പാരൻസിനെ നോക്കണം, അല്ലേ? അതിൻ്റെ കൂടെ നിങ്ങളുടെ കാര്യങ്ങളും ചെയ്യണം. ഇതെല്ലാം പാടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ ഈ 24 hours പിന്നെ ലാസ്റ്റ് ഉറങ്ങാനുള്ള 6 മണിക്കൂർ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടി കണ്ടെത്തിയേ പറ്റൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾ യൂട്യൂബിൽ തോണ്ടുന്ന സമയം ഒന്ന് ലാഭിക്കാൻ നോക്കിയാൽ തന്നെ മിക്കവാറും അതിലേറെ സമയം കിട്ടും. ഓക്കെ. യൂട്യൂബിൽ തോണ്ടുന്നത് കുറച്ചാൽ മതി. ഇനി യൂട്യൂബിൽ തോണ്ടൽ കുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനൊരു 2-3 ചാനലിലെ ലിങ്ക് തരുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷിലെ ലിങ്കാണ് കേട്ടോ. യൂട്യൂബിൽ തോണ്ടുമ്പോൾ നമുക്കത് ഗുണകരമാവട്ടെ ഭാവിയിലേക്ക്. ഇപ്പം തന്നെ അല്ല തരേണ്ടത് ഞാൻ കേട്ടോ. സോ നമ്മൾ ഇന്ന്
ഒരു 6 ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ മാത്രമേ പഠിച്ചുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ആർ യു, നിങ്ങളെന്താ പറയാ? ഐ ആം ആതിര. ആൻഡ് വേർ ആർ യു ഫ്രം, നിങ്ങളെന്താ പറയാ? ഐ ആം ഫ്രം. ഐ ആം ഫ്രം ലൊക്കേഷൻ്റെ പേര് പറയാം. ഹു ഈസ് യുവർ ഫാദർ, നിങ്ങളെന്താ ആൻസർ പറയാ? മൈ ഫാദർ ഈസ് മിസ്റ്റർ. ആൻഡ് വാട്ട് ഈസ് ഹി, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഹി, അദ്ദേഹം എന്താണെന്നല്ല കേട്ടോ. നിങ്ങൾ അതിന് ആൻസർ പറയുമ്പോൾ മൈ ഫാദർ ഈസ് എ ഹ്യൂമൻ ബീയിങ് എന്ന് പറയാൻ നിൽക്കണ്ട. എൻ്റെ ഫാദർ എന്താണെന്നുള്ളതല്ല, ഈ വാട്ട് ഈസ് ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹിസ് ജോബ്, മൂപ്പരെ ജോലി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹി ഈസ് എ ഫാർമർ, ഹി ഈസ് റിട്ടയർഡ്, എന്താണോ അത് പറയാം. മൈ മദർ ഈസ് മിസ്സിസ്, അമ്മൻ്റെ പേര് പറയുമ്പോൾ അച്ഛൻ്റെ പേര് കൂടി ചേർത്ത് പറയാൻ ശ്രദ്ധിക്കാം. ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ, വീട്ടിൽ കുടുംബസ്ഥയാണെങ്കിൽ ഓക്കെ ഡൊമസ്റ്റിക് എഞ്ചിനീയർ. അല്ലെങ്കിൽ അമ്മയുടെ ജോലി എന്താണോ അത് നമുക്ക് വരും ദിവസം ചർച്ച ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോബിനുള്ള ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഐ ആം മാരീഡ്, മൈ ഹസ്ബൻഡ് ഈസ് മിസ്റ്റർ. ഐ ഹാവ് ഡാഷ് ചിൽഡ്രൻ. ഇത്രയും പറയുന്നതോടു കൂടി നിങ്ങൾക്ക് ഇന്നുള്ള ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ കഴിയുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനും വളരെ കോൺഫിഡൻസിലാണ്, കാരണം നിങ്ങളുടെ ഈ താല്പര്യം, നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ താല്പര്യം നമുക്ക് ഇങ്ങോട്ട് എന്താ പറയുക ആവാഹിക്കാൻ കഴിയുന്നുണ്ട്. ഈ താല്പര്യം എല്ലാ ദിവസവും വേണം കേട്ടോ. ഓക്കെ, അതാണ് വേണ്ടത്. നിങ്ങൾ പ്രാർത്ഥനയും അതിനു വേണ്ടിയാണ്. ഇന്ന് നിങ്ങളെ മുഖത്ത് കാണുന്ന താല്പര്യം അത് എന്നും നിങ്ങളെ കൂടെ ഉണ്ടോ? നിങ്ങൾക്കൊരു ടീച്ചർ ആവാതിരിക്കാൻ കഴിയൂല, മനസ്സിലായില്ല? ടീച്ചർ ആയേ പറ്റൂ. ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്, നമ്മൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആയേ പറ്റൂ. ഓക്കെ, യെസ്. അപ്പോൾ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ് വ്യാഴാഴ്ച ഉണ്ടാവും. ഓരോ ക്ലാസ്സിലും ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും പറഞ്ഞു തരും. പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഇന്നും നാളെയോ രാവിലെയോ ഉച്ചക്കോ എപ്പോഴാണോ നിങ്ങൾക്ക് ഒഴിവ്, അപ്പം നിങ്ങൾ കണ്ണാടിൻ്റെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്നറിയോ? അപ്പം നമ്മളൊക്കെ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മളെ മുഖം വികൃതമായ രീതിയിൽ കോടിപ്പോവുകയാണെങ്കിൽ ഈ കാണുന്ന ആൾക്ക് ചിരിക്കാൻ വേറൊന്നും വേണ്ടി വരില്ല. മിക്കവാറും എട്ടപ്പേര് വീഴാനും ഇതന്നെ മതിയാവും. അപ്പം നമുക്കത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ വെറുതെ പറയല്ലേ, എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞ് നിങ്ങളൊക്കെ അറിയും. അദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖ പൊളിറ്റീഷ്യൻ കൂടിയാണെന്ന്. അപ്പം അദ്ദേഹം എന്ത് പറയുമ്പോഴും മൂപ്പർക്ക് ഷാ എന്ന, ഞാൻ എൻ്റെ അധ്യാപകനെ കളിയാക്കല്ല കേട്ടോ, ഒരു കാര്യം പറയുകയാണ്. എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാനങ്ങനെ പ്രാക്ടീസ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന്. അദ്ദേഹത്തിന് ഷാ പറയാൻ കഴിയൂല. ഈ ഷാ പറയുമ്പോൾ ഷായും ഫായും പാടെ ചേർന്ന് കണ്ടേ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ മൂപ്പർ ക്ലാസ്സിലൊക്കെ കുട്ടികൾ ഹൗസ്ഫുള്ളാണ് ഈ കാരണം എന്താ പറയുക, മൂപ്പര് പറയുന്ന ഇംഗ്ലീഷ് കേട്ട് ചിരിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, മൂപ്പര് നാഷണൽ എന്ന് പറയുമ്പോൾ നാസ്ഫണൽ എന്നാണ് പറയുക. നാഷണൽ വരുമ്പോൾ നാസ്ഫണൽ, അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ചിരി വരും. ഓക്കെ, മൂപ്പരും ചിരിക്കും. ഇവർക്കൊരു തമാശയാണ്, തമാശ ഇഷ്ടപ്പെടുന്ന സാറായിരുന്നു മൂപ്പര്. ഓക്കെ, പിന്നീട് ഡിഗ്രി ആയ സമയത്ത് ഒരുപാട് നല്ല ബന്ധങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞു. അത് എനിക്കൊരു പ്ലസ്സാണ് അത്, കാരണം ഞാനത് ഉള്ളതുകൊണ്ട് ആ ഒരു കുഴപ്പമുള്ളത് കൊണ്ട് എൻ്റെ ക്ലാസ്സിൽ ഹൗസ്ഫുള്ളാണ് അവസാനത്തെ പീരീഡ് പോലും. ഓക്കെ, കോളേജാണ്, ഓരോ പീരീഡ് കഴിഞ്ഞാൽ പിള്ളേർ ക്ലാസ് കട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ കണ്ണാടിന് മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് വൾഗർ ആവുകൊണ്ടൊക്കെ മാറ്റാൻ പറ്റും. സ്റ്റൈലിൽ എന്നിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പുഞ്ചിരി ഭയങ്കര ആയുധമാണ്. ഒരു ചെറിയ പുഞ്ചിരി എന്ന് കരുതി അട്ടഹസിക്കുന്ന മോളിൽ ചിരിക്കരുത്. അങ്ങനെ ചിരിച്ച് പ്രാക്ടീസ് ചെയ്താൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അട്ടഹാസം വരും. മിക്കവാറും നമ്മളെ കാര്യം തീരുമാനമാകും, വേറൊന്നും വേണ്ടി വരില്ല. പക്ഷെ ഒരു പുഞ്ചിരിയോട് കൂടി, മനസ്സിലൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ഈ പുഞ്ചിരി മുഖത്തുകൊണ്ട് പിടിപ്പിച്ചാണ്ടല്ലോ, ഇൻ്റർവ്യൂ നമ്മളെ കാണുന്ന ആൾക്കാർക്ക് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്, നമുക്കാവരുത്. നിങ്ങൾ മുഖത്ത് എന്ത് ചെയ്യുക, ഒരു ചെറിയ പുഞ്ചിരി അങ്ങോട്ട് പിടിപ്പിക്കുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇൻ്റർവ്യൂവിന് നിങ്ങളെ ഫേസ് ചെയ്യുന്നത് ആരായാലും നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അവർ മനസ്സിലാക്കും, ആ ടീച്ചർ നല്ല കോൺഫിഡൻസ് ആണ്, നല്ല ധൈര്യമുണ്ട്, എവിടെ നമ്മളെ കാര്യം നമുക്കേ അറിയുള്ളൂ, കച്ചും കാലും വർക്കുണ്ട്, ഡ്രസ്സ് ശരിക്കും കവർ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് പുറത്തേക്ക് അത് കാണാത്തത്
ഓക്കെ. പക്ഷെ പുഞ്ചിരി മുഖത്താണ് പിടിപ്പിച്ചപ്പോൾ കണ്ടോ, മുഖം മനസ്സിന്റെ കണ്ണാടിയായിട്ട് തിരിച്ചടിച്ചു. ഇങ്ങനെ ഇന്റർവ്യൂവിന് നമ്മൾക്ക് പോകുമ്പോൾ ഇത് നിങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളെയും ഉള്ള ദിവസങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രാക്ടീസ് ചെയ്തുള്ള ഗുണം എന്താണെന്നറിയോ? പിന്നെ നമ്മൾ ഒരാളോട് പറയുമ്പോൾ ആ ഒരു മുഖഭാവമാണ് ഈ കാര്യം വരിക. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങളിനി വെറുതെ വിടൂല കേട്ടോ. ഓരോ ദിവസവും നിങ്ങളെ കൊണ്ട് പല കാര്യവും ചെയ്യിപ്പിക്കും. ചെയ്യാൻ കഴിയുന്നത് മാത്രമേ പറയുള്ളൂ. ആരും പേടിച്ച് ഓടണ്ട, ആരും കണ്ട വഴി ഓടണ്ട. ചെയ്യാൻ പറയുന്ന കഴിയുന്ന മാത്രമേ പറയുള്ളൂ. ഞങ്ങൾ ഒരുപാട് സ്റ്റാഫുണ്ട്. ഓരോ സ്റ്റാഫുകളും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറയും. അതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് ടീച്ചറായിട്ട് ഞങ്ങൾ ഡെമോ കാണിച്ചു തരും. ഒരു ടീച്ചറായി ക്ലാസ് എടുക്കേണ്ട എങ്ങനെയെന്ന് ഡെമോ ഓൺലൈന് മാത്രമല്ല ഓഫ്ലൈന് ക്യാമ്പ് വരുന്നുണ്ട്. 2 മാസം കൂടുമ്പോൾ ഒരു ക്യാമ്പ് വരും. നിങ്ങൾക്ക് ആ ക്യാമ്പിന് ഫാമിലി സഹിതം വരാം. ഓക്കെ. മിക്കവാറും കൂടുതൽ കുട്ടികൾ വരുന്ന ഏരിയ ഏതാണോ ആ ഏരിയയിലാണ് ക്യാമ്പ് വെക്കുക. കാരണം എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട്. ക്യാമ്പിന് വല്ല നിർബന്ധമാണോ? നിർബന്ധമല്ല. പക്ഷെ ഒരു ക്യാമ്പിനെങ്കിലും നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ട്. ഓരോ 2 മാസം കൂടുമ്പോൾ ക്യാമ്പ് ഉണ്ടാവും. നിങ്ങളെ ഇഷ്ടം, പങ്കെടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളെ ഇഷ്ടം. പങ്കെടുത്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കുറേ ആക്ടിവിറ്റി ഉണ്ടാവും. ഒരു ടീച്ചറായിട്ട് ഞങ്ങളെ ക്ലാസ് എടുത്ത് കാണിച്ചു തരും, ഞങ്ങളെന്നെ ഇൻ്റർവ്യൂ ചെയ്ത് കാണിച്ചു തരും. ഓക്കെ. ഞങ്ങൾ സാറന്മാർ പരസ്പരം ഇൻ്റർവ്യൂ ചെയ്ത് കാണിച്ചു തരും. അത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപഠിക്കുകയാണ് നിങ്ങൾ. അതോടുകൂടി ഒരു ഓഫ്ലൈൻ ടീച്ചർക്ക് ഓഫ്ലൈനായി പഠിക്കുന്ന ഒരു ട്രെയിനിക്ക് കിട്ടുന്ന എല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഗ്യാരൻറ്റീഡ്. ഓക്കെ. അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി വരാൻ പോവുകയാണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അത് കാത്തിരുന്ന് കാണാം. 5 വിഷയമാണ് പഠിക്കാനുള്ളത് നമുക്ക് 5 വിഷയം. ഓക്കെ. അപ്പം നിങ്ങൾ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സാണ് PPTTC ആണ് നിങ്ങൾ ജോയിൻ ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ 5 വിഷയം പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ വിഷയമാണ് ചൈൽഡ് സൈക്കോളജി. ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴേ അവരെ മനഃശാസ്ത്രം നല്ലോണം അറിയണം. പക്ഷേ എൻ്റെ ഒരു ബലമായ വിശ്വാസം എന്താണെന്നറിയോ? ഒരു പകുതി മനഃശാസ്ത്രവും കുഞ്ഞുങ്ങളെ മനഃശാസ്ത്രവും നിങ്ങൾക്കറിയാം. കാരണം ഇതിൽ ഏറെക്കുറെ എല്ലാവർക്കും മക്കളുണ്ടാവും. 2-3 വയസ്സുള്ള മക്കളുണ്ടാവും. ആ മക്കളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന നിങ്ങൾക്ക് ഏറെക്കുറെ ചൈൽഡ് സൈക്കോളജി, ശിശു മനഃശാസ്ത്രം 50% പഠിഞ്ഞേക്കണ്. പ്രാക്ടിക്കലാണ് പഠിഞ്ഞേക്കേണ്ടത്. ഓക്കെ. പ്രശ്നമല്ല. ഇത് കുറച്ചും കൂടി പഠിക്കാണ്ടാവുള്ളൂ. അപ്പം എൻ്റെ ഈശ്വരാ ചൈൽഡ് സൈക്കോളജി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും കരുതി ബേജാറാവണ്ട. നമ്മൾ പകുതി പഠിച്ചു കഴിഞ്ഞില്ലേ അല്ലേ? ഇനി രണ്ടാമത് പഠിക്കാനുള്ളത് എന്താണ്? ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. കുഞ്ഞുങ്ങൾക്ക് അവർ പ്രസവിക്കപ്പെട്ട നാളുകളിൽ പോഷകാഹാരം അല്ലെ 6ഉം 8ഉം മാസമാകുമ്പോൾ പലതരത്തിലുള്ള പോഷകാഹാരങ്ങൾ കൊടുത്തവരാണ് നമ്മൾ. ആ മേഖലയിലും ഒരു പക്ഷെ ഞങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിവുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോ അമ്മയ്ക്കും. കാരണം സ്വന്തം കുഞ്ഞിന് പോഷകാഹാരം ഏതേ അമ്മ കൊടുക്കാതിരിക്കുമോ? ഉറപ്പല്ലേ കൊടുക്കുന്നുള്ളത്. അപ്പോൾ ആ കുഞ്ഞിന് കൊടുക്കുന്ന പോഷകാഹാരം തന്നെ അല്ലേ ഏറെക്കുറെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കേണ്ടി വരിക. ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും അല്ലേ, അളവിലും മറ്റുമൊക്കെ അല്ലേ? ഇനി നമുക്കറിയാത്ത കുറച്ചല്ലേ ബാക്കി വരുള്ളൂ. ഇനി കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ അവസ്ഥയിൽ രോഗം വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതൊക്കെ നിങ്ങൾ കുറേ അറിഞ്ഞു തന്നെയല്ലേ. കാരണം ഈ ചൈൽഡ് സൈക്കോളജിയും ഹെൽത്ത് ന്യൂട്രീഷനും സ്കൂൾ മാനേജ്മെൻറ്റും ബുക്ക് ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്നാണ് ബുക്ക് അയക്കുന്നത്. ഈ ബുക്ക് തയ്യാറാക്കിയതും എഴുതിയതും ഒക്കെ നമ്മൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, ഏറെക്കുറെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ അതിലുള്ളൂ. അഡീഷണലായി കുറച്ച് കാര്യങ്ങൾ, കുറച്ച് എന്തൊക്കെയോ മാത്രമേ അതിൽ അഡീഷണലായി വരുന്നുള്ളൂ. പേടിക്കണ്ട. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, പിന്നെ സ്കൂൾ മാനേജ്മെൻറ്റ്, അതിലൊരു പക്ഷെ നിങ്ങൾക്ക് വലിയ അറിവുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ സ്കൂളിൽ പഠിച്ചവരല്ലേ. സ്കൂളിൽ എല്ലാ ക്ലാസ്സിലും ക്ലാസ് ടീച്ചർ എല്ലാ ദിവസവും കൊണ്ടുപോകേണ്ടത് എന്താണ്? സ്കൂൾ അറ്റൻഡൻസ് രജിസ്റ്റർ.
അതെങ്ങനെ കീപ്പ് ചെയ്യണം, അതിലെങ്ങനെ ടിക്ക് ചെയ്യണം, അതൊക്കെ നമ്മൾ ഏറെക്കുറെ കണ്ടുപഠിച്ചേക്കണല്ലോ. അവിടെ മുതൽ ഒരു ക്ലാസ് PTA, CPTA, മദേഴ്സ് PTA, MPTA, അതിന് ധർമ്മം എന്തൊക്കെയാണ്, അതിന് ഏതൊക്കെ അമ്മമാരെയാണ് ചേർക്കേണ്ടത്, അതിൽ ചേർന്ന് അമ്മമാർക്കുള്ള ഡ്യൂട്ടി എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. ഒരു പക്ഷെ ആ വിഷയം നിങ്ങൾ കുറച്ചൊക്കെ അറിയാം, എന്നാൽ ഒരു 60% നിങ്ങൾക്ക് അറിയാത്ത കാര്യം പഠിക്കാണ്ടാവും. പിന്നെ വരുന്നതാണ് പ്രീ പ്രൈമറി തിയറി. പ്രീ പ്രൈമറി തിയറി എന്ന് പറയുമ്പോൾ ഈ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ എങ്ങനെ ക്ലാസ് എടുത്താലാ പഠിക്കുക അല്ലേ, അത് ഘട്ടം ഘട്ടമായി പഠിപ്പിക്കുകയാണ്. മനസ്സിലായല്ലോ? ഭയങ്കര രസമാണ്. കാരണം പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാ പറയാ. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ ഞാനൊക്കെ ഡിഗ്രിക്കും മറ്റു ക്ലാസ് എടുക്കുന്ന ആളാണ്. എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പലപ്പോഴും ഈ പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറയുമ്പോൾ തന്നെ ഡിഗ്രി പിള്ള മനസ്സിൽ കള്ളമുണ്ടെന്ന് പറയേണ്ടി വരും അല്ലേ. ഇന്ന് നമുക്കറിയാം +2-നും +1-നും ഡിഗ്രിക്കും പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് എത്ര കുട്ടികളെയാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടതും പിടിക്കേണ്ടതും അല്ലെ. അത് ആൽക്കഹോളോ ഡ്രഗ്സോ എന്തോ ആവട്ടെ, ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ അല്ലേ. അങ്ങനത്തെ ഒരു കേസ് ഈ ചെറിയ കുട്ടികളുടെ നിന്നുണ്ടോ? നിഷ്കളങ്കതയാണ്. നിങ്ങൾക്ക് മിക്കവാറും 6-7 മാസം ആകുമ്പോൾ ടീച്ചിങ് പ്രാക്ടീസിന് നിങ്ങൾ അടുത്തുള്ള സ്കൂളിൽ പോകേണ്ടി വരും. നിങ്ങൾ എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഒരു 7 ദിവസമേ പോകേണ്ടി വരുള്ളൂ. ആ 7 ദിവസം നിങ്ങൾ അവിടെ പോയിക്കാണ്ട് ആ കുട്ടി ക്ലാസ് എടുക്കുമ്പോൾ ആ കുട്ടികൾ നിങ്ങളെ വല്ലാതെ സ്നേഹിക്കും. മിക്കവാറും അവിടുന്ന് നിങ്ങൾ 8-ാം ദിവസം പിരിഞ്ഞു പോരുമ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വിഷമിക്കുന്ന ദിവസം അന്നാണ് ഈ കാലം. കാരണം ടീച്ചർ പ്രാക്ടീസ് കഴിഞ്ഞ് വന്നുകാണ്ട് പിറ്റേന്ന് ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ പോയ എനിക്ക് ആകെ വല്ലാതായി. ഞാൻ പിന്നെ പ്രിൻസിപ്പാളോട് പറഞ്ഞു, ഈ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞ പിറ്റേന്ന് സാറേ ദയവേദി ക്ലാസ് വെക്കരുത്. കാരണം അവന്മാരെ മുഖമെല്ലാം പാടെ വേറെന്തോ ഹാലിലാണ്, വേറെന്തോ ഒരു അവസ്ഥയിലാണ്. ഞാൻ ഒരു ടീച്ചറോട് അനുഭവം പറയാൻ പറഞ്ഞു. 7 ദിവസത്തെ അനുഭവം. ടീച്ചറാണ് തുടങ്ങുന്നത് ലോളി അവിടെ കരച്ചിൽ. മനസ്സിലായല്ലോ? പിടിച്ചെടുത്താൻ കഴിയൂല, എനിക്കും കഴിയൂല, എനിക്കും ആകെ വിഷമായി. ഓക്കെ, അതോട് കൂടിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ടീച്ചർ പറഞ്ഞു, സാറേ പിടിച്ചത് കഴിയുന്നില്ല, കാരണം ആ കുഞ്ഞുങ്ങൾ അത്രയും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവർ എന്നെ യാത്രയാക്കിയത്. അതാണ് പിള്ള മനസ്സിൽ കള്ളമില്ല. ഓക്കെ, അത് വേറെ വൈബാണ്, വേറെ ലെവലാണ്. അതൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ പോവാണ്. അത് അനുഭവിച്ചറിയണം. മനസ്സിലായല്ലോ? ഓക്കെ, അനുഭവിച്ചറിയോ. എന്നിട്ട് നിങ്ങൾ അന്ന് ഞങ്ങളോട് വോയിസ് അയക്കാൻ പറയും. നിങ്ങൾ വോയിസ് അയക്കോണ്ടി എങ്ങനെയുണ്ട് ആ അനുഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അപ്പോൾ സ്കൂൾ മാനേജ്മെന്റ്, പ്രീ പ്രൈമറി തിയറി 4 വിഷയം പറഞ്ഞു കഴിഞ്ഞു. ഇനി 5ാമത്തെ വിഷയമാണ് ഏത്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ കുറച്ച് ഗ്രാമർ ഉണ്ട്. ഗ്രാമർ ഉണ്ടായാലേ ഗ്ലാമർ കൂടുള്ളൂ. ഒരു ടീച്ചറുടെ ഗ്ലാമർ കിട്ടോ, അല്ല ടീച്ചർ മേക്കപ്പ് ചെയ്ത് കണ്ട് പോയാലല്ല ഗ്ലാമർ കൂടുന്നത്. അല്പം ഗ്രാമറൊക്കെ വേണം, അപ്പോൾ ഗ്ലാമർ കൂടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഞാൻ തന്നെ എടുക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് 5 വിഷയം. ഇനി നിങ്ങൾ ചേർന്ന കോഴ്സ് മോണ്ടിസോറി ഫിലോസഫി ആണെങ്കിൽ ഈ ഫസ്റ്റ് പറഞ്ഞ 3 വിഷയവും 5ാമത് പറഞ്ഞ വിഷയവും ആ കോഴ്സിനും ഉണ്ട്. അതായത് ചൈൽഡ് സൈക്കോളജി ഉണ്ട്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഉണ്ട്, സ്കൂൾ മാനേജ്മെന്റ് ഉണ്ട്, 5ാമത്തെ വിഷയമായ ഇംഗ്ലീഷും ഉണ്ട്. 4ാമത്തെ വിഷയം പ്രീ പ്രൈമറി തിയറിക്ക് പകരം മോണ്ടിസോറി കോഴ്സ് എടുക്കുന്നവർക്ക് വരുന്നത് മോണ്ടിസോറി ഫിലോസഫി എന്ന വിഷയമാണ്. അത്ര വലിയ വിഷയമൊന്നുമല്ല. നമുക്കൊരു സ്ത്രീയെക്കുറിച്ച് പഠിക്കാനുണ്ട്. സ്ത്രീയെക്കുറിച്ച് പഠിക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ. അവരുടെ പേരാണ് മറിയ മോണ്ടിസോറി. അത് ആമിനിം ഓമനി റസിയൊന്നുമല്ല, ഇറ്റലിക്കാരിയായിരുന്നു മറിയ മോണ്ടിസോറി. അവരാണ് ഈ ഒരു KG ക്ലാസ്സുകളെ, കിൻഡർ ഗാർഡൻ എന്ന് പറയുന്ന ഈ ഒരു സങ്കല്പം തന്നെ കൊണ്ടുവന്ന ലേഡിയാണ് അവര്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ മറിയ മോണ്ടിസോറി ഭയങ്കരമാണ്. നമ്മളിത് അറിയാതെ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മളൊന്ന് ഗൂഗിളിലൊന്നും മറിയ മോണ്ടിസോറിയെ കുറിച്ച് വിവരങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത്ര ഡീപ്പായിട്ടൊന്നും ഗൂഗിൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അന്വേഷിക്കണം, കണ്ടെത്തണം. പിന്നെ ChatGPTയിലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ മറിയ മോണ്ടിസോറി. കാരണം ഞാൻ നമ്മുടെ ടെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി കുറേ ChatGPTയും ജെമിനയൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു ആ തുടങ്ങിയ സമയത്ത്. ഇതൊക്കെ വന്നിട്ട് കുറേ അയക്കണമല്ലോ. അപ്പോൾ ChatGPT വന്നിട്ട് 1 കൊല്ലത്തിന് മുകളിൽ അയക്കണം.
ജെമിനൈ വന്നിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9 മാസം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് നമ്മളൊക്കെ അറിയേണ്ടത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അന്ന് ജെമിനി ആയിരുന്നു, ഇപ്പോഴാണ് ജെമിനൈ ആയി മാറിയത്. എന്തോ ആവട്ടെ, സ്പെല്ലിങ് അതന്നെ പഴയ തന്നെയാണ്, പേര് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ മറിയ മോണ്ടിസോറി നമ്മൾ അറിയേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ഭയങ്കര രസമാണ് വിഷയം. ഓക്കെ, ദെൻ അവർക്കും ഇംഗ്ലീഷ് ഉണ്ട്. ഓക്കെ, പിന്നെ അറബിക് TTC പഠിക്കുന്നവരാണെങ്കിൽ ഈ ആദ്യം പറഞ്ഞ 3 വിഷയം അവർക്കും ഉണ്ട്. ചൈൽഡ് സൈക്കോളജി ഉണ്ട്, ഹെൽത്ത് ന്യൂട്രീഷൻ ഉണ്ട്, സ്കൂൾ മാനേജ്മെന്റ് ഉണ്ട്. കൂടാതെ 5ാമത്തെ വിഷയമായ ഇംഗ്ലീഷും ഉണ്ട്. 4ാമത്തെ വിഷയം അവർക്ക് എന്താ വരിക, ഫണ്ടമെന്റൽ അറബിക് ആണ്, ഗ്രാമർ. അറബിക്കിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ബുക്ക് തയ്യാറാക്കിയത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അറബി ഭാഷാ പണ്ഡിതനാണ്, ഇംഗ്ലീഷ് പണ്ഡിതനാണ്. ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യാണ്. ഗൾഫിൽ പിന്നെ അൽഖലീജ് പത്രത്തിൽ ജോലി ചെയ്യാണ്. അതേ നാട്ടിൽ വന്ന സമയത്താണ് ഈ ടെസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ സ്പോക്കൺ അറബിക്കിന് വരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ. പക്ഷേ വല്ലാതെ ഇല്ല. കാരണം നമ്മളെ ഈ ഒരു 8 മാസം അല്ലെങ്കിൽ 10 മാസത്തെ കോഴ്സിന് നമുക്ക് ഒരുപാട് കണ്ടന്റ് ഉൾപ്പെടുത്താൻ പറ്റില്ല. യെസ്, അപ്പോൾ നമ്മൾ വിജയിക്കാൻ പോവുകയാണ്. തീരുമാനം എടുത്ത് കഴിഞ്ഞു, ഉറപ്പല്ലേ? തീരുമാനം എടുത്ത് കഴിഞ്ഞു. ഇനി ചാഞ്ചാട്ടം പാടില്ല. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, നമ്മൾ ഒരു ചെറിയ ഒരു തോട് നമ്മൾ കവച്ച് വെച്ച് ചാടുകയാണ്. അപ്പുറത്തേക്ക് എത്തൂലാന്ന് കയറ്റി ചാടി കഴിഞ്ഞാൽ മിക്കവാറും തോട്ടുകാണ് വീഴും അല്ലേ? അപ്പോൾ ഒരു ഉറപ്പോട് കൂടി ചാടുമ്പോഴാണ് എത്തുള്ളൂ. അപ്പം ആദ്യം വേണ്ട എന്താണ്? ഉറച്ച മനസ്സാണ്. ഉറച്ച മനസ്സെന്ന് പറയുമ്പോൾ അതന്നെ, ആ ഒരു കോൺഫിഡൻസ് അത് നമുക്ക് ഉണ്ടാവുക തന്നെ വേണം. ഓക്കെ, അത് ഉണ്ടാവാൻ വേറെ മെഡിസിനൊന്നുമില്ല, ഒറ്റ മെഡിസിനേ ഉള്ളൂ. ഇതിനെക്കാട്ടിയും വലിയ എത്രയോ പരിപാടി ഞാൻ എൻ്റെ ലൈഫിൽ കാട്ടിക്കൂട്ടിയതാണ്. എനിക്കിതൊക്കെ എന്ത്, ഈ അറബികളെ ഭാഷയിൽ പറഞ്ഞാൽ ഹല്ലി വല്ലി, അറബികൾ പറയാറുണ്ട് എപ്പോഴും. നിസ്സാരമായ കാര്യം ഒന്നും അവർ ഹല്ലി വല്ലി എന്ന് പറയും. നോ പ്രോബ്ലം, എനിക്കൊന്നും പ്രശ്നമേ അല്ല. ആ ഒരു മനസ്സോടു കൂടി മുമ്പോട്ടാണ് പോവുക. അപ്പോൾ ഇതൊക്കെ വിജയിക്കും. നമ്മൾ റോൾ മോഡൽ ടീച്ചറാവും. മിക്കവാറും ഇന്റർവ്യൂവിന് പോകേണ്ടി വരില്ല. ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്കൂളിൽ തന്നെ നിങ്ങളെ പോസ്റ്റ് ചെയ്യും അടുത്ത കൊല്ലം. എത്രങ്ങാനും ട്രെയിനീസിനാണ് ജോബ് കിട്ടിക്കേണ്ടതെന്ന് അറിയോ? ടീച്ചിങ് പ്രാക്ടീസിന് പോയിക്കൊണ്ട് അവർ 8ാം ദിവസം നിർത്തി പോരുമ്പോൾ HM അവരെ വിളിച്ചിട്ട് പറയും, ടീച്ചറെ എന്താ പരിപാടി അടുത്ത കൊല്ലം, അടുത്ത അധ്യയന വർഷം എന്താ പരിപാടി? അപ്പം നമ്മൾ പറയും ഒന്നും തീരുമാനമായിട്ടില്ല, എന്നാൽ നമ്മൾക്ക് ഇവിടുത്തെ 2 ആണ്ട് ഉറപ്പിക്കല്ലേ. അവർക്ക് നിങ്ങൾ ആ 7 ദിവസം കിട്ടിയിലപ്പുറമുള്ള ഇന്റർവ്യൂ വേറെ എന്തേ ഉണ്ടോ? കാരണം നിങ്ങളുടെ മുഴുവൻ കഴിവും പൊട്ടൻഷ്യൽ, ഈ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പൊട്ടന്മാർക്കുള്ള സംഭവമല്ല കേട്ടോ, കഴിവാണ്. നമ്മളെ കഴിവ് കംപ്ലീറ്റ് അവർക്ക് മനസ്സിലായി. ആർക്ക്? ആ സ്കൂളിലെ ടീച്ചേഴ്സിന് മൊത്തം മനസ്സിലായി അല്ലേ? കാരണം 7 ദിവസമാണ് കുട്ടികളെ ഡെമോ ക്ലാസ് എടുത്തത്. അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തു. അവിടെ അവർ പറയും സാലറി ഈ വർഷം നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ല സാലറി നമ്മൾ ചെയ്യുന്നുണ്ട്. സാലറി ഞാൻ കൃത്യമായി പറയാത്തത് വെച്ചാൽ പല സ്കൂളുകളും പല സാലറി സ്കെയിലാണ്. അപ്പോൾ നിങ്ങൾ ഒരു അത്യാവശ്യം ഒരു നല്ല സാലറി നിങ്ങൾക്ക് തോന്നുന്ന സാലറി ഉള്ള സ്കൂളുകളിൽ മാത്രം ജോയിൻ ചെയ്യാവൂ. അല്ലാതെ ആരെങ്കിലും ചെറിയ സാലറി പറഞ്ഞങ്ങാണ്ട് ഇങ്ങോട്ട് ഓഫർ വിടുമ്പോഴത്തിനാണ് പോയി ചാടരുത് കേട്ടോ. ഓക്കെ, കാരണം ജോലി ആവുമ്പോൾ നമ്മളൊക്കെ ഈ സംഭവം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, പണധനം അതിനേക്കാളും പ്രധാനം എന്നാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പഠിക്കുന്നത് വിദ്യയാണ് ലക്ഷ്യമെങ്കിലും ജോർജ് കുട്ടി അതന്നെയാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അല്ലേ? അത്യാവശ്യം കുടുംബത്തിന് താങ്ങും തണലാവുന്ന രീതിയിൽ ഒരു ഏണിങ്സ് ഉണ്ടാക്കുക, ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം മൂപ്പരൊറ്റക്കാണ് ഈ ഫാമിലിയെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. മൂപ്പരെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ പലപ്പോഴും ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില നമ്മുടെ ചില ട്രെയിനീസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. കാരണം ഒരിക്കൽ ട്രെയിനീസിൻ്റെ ബുക്ക് അയച്ചിരുന്നു. 2 പ്രാവശ്യം അയച്ചിട്ട് ബുക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഒരുപാട് ദൂരമുണ്ട്, ഇവിടെ നിന്ന് പക്ഷേ 85 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ നാട്ടിൽ നിന്ന്. ഞാൻ 3 ബസ് കയറി അവസാനം അവിടെ പോയി ഇറങ്ങി. ഹസ്ബൻഡ് എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. 1 മണിക്കൂർ ആ മനുഷ്യൻ ഒരു കുഗ്രാമാണ് കേട്ടോ, റിമോട്ട് വില്ലേജ് ആണ്. ആ മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ, എന്നേക്കാൾ പ്രായം കുറച്ച് ചെറുപ്പക്കാരൻ, ഒരു തട്ടുകടയിൽ എന്നെ ഇരുത്തിക്കൊണ്ട് ചായം കുടിച്ചാണ് സംസാരിച്ചു. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അയാൾ പഠിപ്പിക്കുകയാണ്. അയാൾ പറഞ്ഞു
അവൾക്ക് ഒരു ഒരു 10 രൂപയെങ്കിലും സാലറി കിട്ടുകയാണെങ്കിൽ എൻ്റെ സാറേ, അവളുടെ ആവശ്യങ്ങൾക്ക് ഒരു പരിധി വരെ എനിക്ക് സാമ്പത്തികമായിട്ട് അവൾക്ക് ഹെൽപ്പ് ചെയ്യാതെ അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമല്ലോ. സത്യം പറഞ്ഞ ഞാൻ പിന്നെ കൂടുതൽ നിന്നില്ല. കാരണം ഇനി കൂടുതൽ നിന്നാൽ ഞാൻ കരഞ്ഞു പോകും. നിങ്ങളെപ്പോലെ ഞാനും മനുഷ്യൻ തന്നെയാണല്ലോ, അല്ലേ? അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് ഇന്നൊരു 90% കുടുംബനാഥന്മാരും. എൻ്റെ ക്ലാസ് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഹസ്ബൻഡുമാരും കേൾക്കുന്നുണ്ട് എന്ന ഉറച്ച ബോധത്തോടുകൂടി തന്നെ പറഞ്ഞു കേട്ടോ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അത്രയും പരിഭാവനാണ് നമ്മളത്. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ജോബ് ചെയ്യേണ്ടത് തന്നെ. ആ ഒരു വിശ്വാസത്തോടു കൂടി പഠിച്ചു നോക്കി. പഠനത്തിന് ഭയങ്കര അർത്ഥമാണ് ഈ കാരം, നല്ല അടിത്തറയാണ് ഈ കാരം, നിർത്തി പോകാൻ തോന്നൂല. മനസ്സിലായി? എന്തൊക്കെ തടസ്സങ്ങൾ മുമ്പിൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യും, തട്ടി നീക്കും. ഓക്കെ, സോ ഇന്ന് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാൻ സമയം 9 മണി ആവാനായി. ഇനി ഞാൻ സമയം ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ മക്കള് ചോറിന് വേണ്ടി കരയും, അല്ലേ? ഇപ്പൊ തന്നെ അടുക്കളയിൽ നിന്ന് ഫിഷൊക്കെ ഫ്രൈ ഉണ്ട്, സ്മെല്ലിങ്ങനെ വരുന്നുണ്ട്. ഇനി ക്ലാസ് ഇറക്കില്ല കേട്ടോ. അപ്പൊ ഒന്ന് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ്സിന് ഫീഡ്ബാക്ക്, ജസ്റ്റ് ക്ലാസ് എങ്ങനെ ഫീൽ ചെയ്തെന്നുള്ളൊന്ന് ഫീഡ്ബാക്ക് നിങ്ങൾ ഇന്ന് ഞാൻ ക്ലാസ് എടുത്തില്ല, പൊതുവെ ക്ലാസ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ക്ലാസ്സിന് ഓരോ ദിവസവും ക്ലാസ്സിന് വരേണ്ട മുമ്പായിട്ട് ഞാൻ ഒരു 8 മണി ക്ലാസ് പറയുമ്പോൾ 8 മണിക്ക് തന്നെ ഇങ്ങോട്ട് വരാതെ ഒരു 7:50 തന്നെ വരിക. 7:50 ഒന്നും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ ഫോണൊന്ന് ഓഫാക്കിയിട്ട് 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഓണാക്കുക. 30 മിനിറ്റ് അല്ല, 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഓണാക്കുക. നിങ്ങളുടെ ഫോൺ മിക്കവാറും നിങ്ങളെ മക്കൾ യൂസ് ചെയ്യും, നിങ്ങളെ അനിയത്തി യൂസ് ചെയ്യും, അനിയൻ യൂസ് ചെയ്യുന്നുണ്ടാവും. മിക്കവാറും യൂട്യൂബും ഗെയിമൊക്കെ ഓപ്പൺ ആക്കിയിട്ട് അതിലെ ക്യാഷെ മൊത്തം നിറഞ്ഞു കിടക്കുകയായിരിക്കും. ഓക്കെ, അതിൽ കൂടി നമ്മൾ ലിങ്കിൽ പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ക്ലാസ് കിട്ടൂല. അവൻ ഫോണിനെന്ത് ചെയ്യണം, ഫോണൊന്ന് കുളിപ്പിച്ച് ഒന്ന് കുറുക്ക് തൊടുവിച്ച് ഒന്ന് റിഫ്രഷ് ആക്കി മാറ്റണം. ഞാൻ ആരും ഫോൺ കഴുകണ്ട, ഫോൺ എന്ത് ചെയ്യുക, ഓഫാക്കിയിട്ട് 30 സെക്കൻഡ് കഴിഞ്ഞ് ഓണാക്കുന്നതോട് കൂടിയിട്ട് മിക്കവാറും ഫോൺ റിഫ്രഷ് ആവും. എന്നിട്ടും നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ കഴിയുന്നില്ല എങ്കിൽ അടുത്ത ഓപ്ഷൻ പറയാൻ പോവുക കേട്ടോ. ഇതൊന്നും പറയാൻ കഴിയൂല. നിങ്ങൾ ഫോൺ എന്ത് ചെയ്യുക, ഫോണിലെ സെറ്റിങ്സിൽ പോവുക. അതിൽ മെമ്മറി സ്റ്റോറേജ് എന്ന ഓപ്ഷൻ കിട്ടും. ഇങ്ങനെ നോക്കിയാൽ മതി, സ്റ്റോറേജ്. ആ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷെ, CACHE, ക്യാഷെ, സ്പെല്ലിംഗ് അത് തന്നെ വരിക. ക്യാഷെ എന്ന് പറഞ്ഞ സാധനം കാണും. ആ ക്യാഷെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യണോ വേണ്ടെന്നുള്ള ഓപ്ഷൻ താഴെ കാണിക്കും. അതൊന്ന് ക്ലിയർ ചെയ്തുകാണ്ട് ഫോണ് എന്ത് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യുക, ഫോൺ ഓഫാക്കിയിട്ട് ഓണാക്കുക. ഓക്കെ, ഇത് ചെയ്തിട്ടും ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മൊബൈലിൻ്റെ സിമ്മ് പോർട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? റേഞ്ച് ഇല്ല, അങ്ങനെ വരൂല. കാരണം നിങ്ങൾക്ക് യൂട്യൂബ് കിട്ടുന്നുണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റ് കിട്ടും, അത് ഉറപ്പാണ്. ഓക്കെ, യൂട്യൂബ് കിട്ടിയാൽ മതി. യൂട്യൂബിന് അത്രയും നെറ്റ്വർക്ക് വേണ്ട ഗൂഗിൾ മീറ്റിന് എന്നാ പറയാം കേട്ടോ. സോ എന്തായാലും പോർട്ട് ചെയ്യേണ്ട അവസരം വരാതിരിക്കട്ടെ, അതിൻ്റെ ആവശ്യം വരൂല കേട്ടോ. ഞാൻ അതിൻ്റെ ടെക്നിക്കൽ വശം ഞാൻ ടെക്നിക്കൽ ഞാൻ എക്സ്പെർട്ടൊന്നും അല്ല, പക്ഷേ ക്ലാസ്സിന് വേണ്ട ടെക്നിക്കൊക്കെ ഞാൻ പഠിച്ചു വെച്ചേക്കണം, അത് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. സോ എല്ലാവരും ഇതേപോലെ ക്ലാസ് ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്ത് ക്ലാസ്സിൽ കയറുക കേട്ടോ. അപ്പം ഇന്ന് ക്ലാസ് റെക്കോർഡറാണ്. ഇത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ലിങ്ക് അയച്ചു. ലിങ്ക് നാളേക്കേ അയക്കുള്ളൂ, കുറച്ച് പണി ചെയ്യാണ്ട് കേട്ടോ. ഓക്കെ, സോ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് വിത്ത് lot of sweet dreams. വെൽക്കം. ഇനി ക്ലാസ് ലീവ് ആയിക്കോളൂ കേട്ടോ.